वायनाड में एक जंगली हाथी के हमले में 45 वर्षीय व्यक्ति की दुखद मृत्यु हो गई। इदुक्की में एक महिला को जंगली हाथी ने रौंदकर मौत। वायनाड में कॉफी बीन्स छोड़ते समय बाघ द्वारा मारी गई एक आदिवासी महिला। ये केरल में पिछले कुछ हफ्तों में बताए गए मानव पशु संघर्ष के कुछ मामले हैं, जिनमें से अधिकांश राज्य के उच्च क्षेत्रों से हैं। വനമേഖലയിൽ മാത്രമല്ല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പകല് പോലും ഭയമില്ലാതെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാടും നാടും വേർതിരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരാതെ ഇങ്ങനെ ഒരു പരിഹാര മാർഗമാകുമെന്ന് തോന്നുന്നില്ല. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളായാലും പേടിയോടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. केरल में उच्च क्षेत्रों में भूमि क्षेत्र का लगभग आधा हिस्सा है, इसलिए स्वाभाविक रूप से पहाड़ी क्षेत्रों में मानव पशु संघर्ष का महत्वपूर्ण राजनीतिक प्रभाव है। राज्य विधानसभा में विपक्ष के नेता वीडी सतीशन ने हाल ही में मलयोर समारा यात्रा शुरू की, जिसका उद्देश्य मानव वन्यजीव संघर्षों से निपटने में सीपीएम के नेतृत्व वाली राज्य सरकार की अक्षमता को उजागर करना है। नवनिर्वाचित वायनाड एम प्रियंका गांधी वाड्रा ने भी चुनाव के बाद से अपने निर्वाचन क्षेत्र के हर दौरे के दौरान यह मुद्दा उठाया है। इस मुद्दे का समाधान खोजना उनके प्रमुख चुनावी वादों में से एक था। इसलिए आदमी जानवरों का संघर्ष न केवल मानव जीवन की कीमत में बल्कि आपकी आजीविका की कीमत यहाँ एक बड़ा मुद्दा है। जब मैं पिछली बार आया था तो मेरी जिला मजिस्ट्रेट के साथ बैठक हुई थी। उन्होंने मुझे बताया कि उन्हें अधिक धन और मदद की आवश्यकता है ताकि वे और बेहतर तरीके से काम कर सकें। लेकिन राज्य सरकार का कहना है कि इस मुद्दे का राजनीतिकरण अच्छे से ज्यादा नुकसान पहुंचा रहा है। വയനാട്ടിൽ പോകാൻ പറ്റില്ല എന്നൊരു ഭീതി ഉണ്ടായാൽ അവിടുത്തെ ജനജീവിതവും വരുമാനവും ടൂറിസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയുടെ ഫലമായി വന്യജീവികൾ വന്ന് ആക്രമിക്കുന്നതിനേക്കാൾ ഭയാശങ്കകൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് ദൗർഭാഗ്യകരമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത്തരം മുതലെടുപ്പ് നടത്തേണ്ടത് ഇത് മുതലെടുപ്പ് നടത്തേണ്ടതായ ഒരു വിഷയമല്ല. राज्य विधानसभा में यूडीएफ के केपी माजिद द्वारा उठाए गए सवाल के जवाब में वन मंत्री शशिंद्रन ने कहा कि वह यह स्पष्ट नहीं कर सकते कि राज्य में वन्यजीव हमलों को पूरी तरह से कब समाप्त किया जाएगा। വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. जीवन की भारी लागत के अलावा अन्य मुद्दे भी हैं जो जुड़े हुए हैं। राज्य में मानव पशु संघर्ष सबसे महत्वपूर्ण कृषि और पर्यटन से आजीविका का सवाल है। തുടർച്ചയായിട്ടുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ വയനാട്ടിൽ എത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പം യാത്രക്കാരുടെ എണ്ണത്തിലും അതുപോലെ സഞ്ചാരികളുടെ എണ്ണത്തിലും വളരെ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ തദ്ദേശീയരായ തൊഴിലാളികൾ തന്നെ പൊതുവെ കുറവാണ്. നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. നമുക്ക് കാപ്പിക്കുരു പറിക്കാനായാലും എല്ലാം ഈ മുളക് പറിക്കാനായാലും ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരൊന്നും തൊഴിലിന് ഇറങ്ങുന്നില്ല എന്നുള്ളത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആളുകൾക്ക് കൃത്യമായ സമയത്ത് കൃഷി ഇറക്കാൻ പറ്റാത്ത സാഹചര്യം, വന്യമൃഗങ്ങളെ പേടിച്ച് അവിടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. ഇനി അഥവാ കൃഷി ഇറക്കി അതിന് വിളവെടുപ്പ് സമയമാകുമ്പോഴും ഈ കടുവയ്ക്ക് ഇറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ കാപ്പിയുടെ ഒക്കെ ഒരു വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് കടുവകളുടെ പ്രജനന സമയത്താണ്. ഈ സമയത്താണ് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഇറങ്ങുന്നത്. स्थानीय लोगों का कहना है कि इन घटनाओं को रोकने के लिए कोई ठोस कदम नहीं उठाया गया है। ज्यादातर सरकारी कार्रवाई कुछ होने के बाद आती है। निवासियों का यह भी दावा है कि बाड़ लगाना, वन्यजीव आंदोलन वाले उच्च क्षेत्रों से आदिवासी परिवारों को पुनर्वास करना और वन्यजीवों की आबादी को नियंत्रित करना, विशेष रूप से मानव निवासों के आसपास निवारक उपायों की उपेक्षा की गई है। നമുക്കറിയാം, സൗത്ത് വയനാട് ഡിവിഷനിൽ കഴിഞ്ഞ 5 വർഷമായി കാര്യമായ ഒരു പ്രതിരോധ നടപടിയും നടക്കുന്നില്ല. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ടെൻഡർ പോലും ആകാത്ത സാഹചര്യമുണ്ട്. വളരെ സങ്കീർണമായ സാഹചര്യമാണ് വയനാട്ടിൽ. മൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും
വനഗ്രാമങ്ങളിലുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയെ കൊണ്ടുവന്നു. പക്ഷെ ഈ പദ്ധതികളൊന്നും പൂർത്തിയായിട്ടുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. കാരണം ഇത് ആദ്യം ആരംഭിച്ച ചെട്ടിയാലത്തൂരായാലും കുറിച്യാടായാലും ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ ഗോത്ര വിഭാഗപ്പെട്ട കുടുംബങ്ങളെ ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറ്റി പാർപ്പിച്ചിട്ടില്ല. വയനാടിന്റെ കാടുകൾക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്ക് ഇവിടുത്തെ കടുവകളുടെയും അതോടൊപ്പം തന്നെ പുലി മറ്റു മൃഗങ്ങളുടെയും എല്ലാം തന്നെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനെ കൃത്യമായിട്ട് കേട്ടേൽ ചെയ്യാനുള്ള ഒരു സംവിധാനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. കേവലം ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ മരിക്കുമ്പോൾ കേവലം അവർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പിന്നീട് ഇത് ഇല്ലാതാക്കാം അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കാം എന്നൊരു കേവലമായ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തൊരു നടപടി ഉണ്ടാകുന്നില്ല. सरकार का कहना है कि कानून द्वारा लगाए गए प्रतिबंधों सहित व्यावहारिक मुद्दे हैं। राज्य लंबे समय से 1972 के वन्य जीव संरक्षण अधिनियम में संशोधन की मांग कर रहा है ताकि वे जानवरों को मार सकें जो मनुष्यों के लिए खतरा साबित होते हैं। ഒരു കാട്ടുപന്നിയെ വെടിവെക്കണം, അല്ലെ കാട്ടുപന്നി വന്ന് നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നു, അത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കണം. പ്രാദേശിക റേഞ്ച് ഓഫീസർമാർ അവിടെ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ യോഗം കൂടി ഇതിനെ വെടിവെക്കാനുള്ളൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനം DFOയെ അറിയിക്കണം. DFO ആ തീരുമാനം CCFനെ അറിയിക്കണം. CCF ആ തീരുമാനം പ്രിൻസിപ്പൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിക്കണം. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞ പോലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇത്രയും നടപടികൾ പൂർത്തിയാക്കി വരുമ്പോൾ ഏത് മൃഗമാണ് എന്നെ വെടിവെച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തു നെഞ്ചം പിരിച്ച് അവിടെ കാത്തു നിൽക്കാൻ ഏത് വേണ്ടി കിട്ടും എന്നുള്ളത് എത്ര പറഞ്ഞിട്ടും അവർക്ക് ആ യുക്തി മനസ്സിലാകുന്നില്ല. केरल सरकार ने अपने नवीनतम बजट में इस मुद्दे पर बल दिया है और समस्या का स्थायी समाधान खोजने के लिए डिजाइन किए गए कई कार्यक्रमों की घोषणा की है। इसमें सभी हॉटस्पॉट में सौर बाढ़ लटकना शामिल है, जहां अगले 5 वर्षों के भीतर मानव पशु संघर्ष के अक्सर मामले सामने आए हैं। जंगली जानवरों के हमलों से फसल के नुकसान का सामना करने वाले किसानों को मुआवजा देने का भी वादा किया गया है।